ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇനി കമ്മിങ് വീഡിയോസിൽ പറയാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വിത്തിൻ 1 മന്തോട് കൂട്ടിയിട്ട് ദുബായിൽ വന്നു. പിന്നെ ഇവിടെ ജോലി ആ ഒരു ബിസിയായി. പിന്നെ പ്രഗ്നൻസി, നാട്ടിലേക്ക് ഡെലിവറിക്ക് പോയി, ഋതു ചെറുതായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഈ ഒരു ഡ്രീം നമ്മളിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ണിയും നിത്യം നിച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടത് ഷാർജ എയർപോർട്ടിലായിരുന്നു നമ്മുടെ ഡിപ്പാച്ചർ. ഞാനും നിത്യം കറക്റ്റ് സെയിം ഡ്രസ്സ് ഇട്ടത് തികച്ചും കോയിൻസിഡൻസ് ആണ് കേട്ടോ. ഞങ്ങളൊട്ടും പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ജോർജിയയിലുള്ള ടിബിലിസ് എന്നുള്ള എയർപോർട്ടിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത്. ജോർജിയയിൽ തന്നെ 2 എയർപോർട്ട്സാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ടിബിലിസിലേക്കാണ്. ഒരു 3.5 hours ട്രാവലിങ്ങേ ഉള്ളൂ. 1:30 ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മളൊരു 11:30, 12 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഗേറ്റിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു. ഋതു നിച്ചും ആദ്യം ഋതു നല്ല ഉറക്കമായിരുന്നു. പിന്നെ രണ്ടുപേരും ഭയങ്കര കളിയായി ഉറങ്ങി എണീറ്റ ടൈമിൽ. പിന്നെന്താ ഇനിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, അവിടെ പോയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളൊരു 5 days ട്രിപ്പാണ്. മെയ് 1 പോയിട്ട് മെയ് 5 നമ്മൾ ഈവനിങ് ആകുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.